ഒരു നേരത്തെ ഭക്ഷണം സെർവ് ചെയ്യാൻ ഭാര്യ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അത് ഭാര്യ കുറേ ടൈം എടുത്ത് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഈ ഭാര്യ 5 പ്ലേറ്റ്, ഞങ്ങൾ ഭാര്യയും ഭർത്താവ് 3 കുട്ടികളാണെങ്കിൽ 5 പ്ലേറ്റ് ഈ ഭാര്യ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് ചോറ് ഈ ഭാര്യ കൊണ്ടുവയ്ക്കണം, കറി ഈ ഭാര്യ കൊണ്ടുവയ്ക്കണം, ഉപ്പേരി 2 ഐറ്റം ഉണ്ടെങ്കിൽ 2 ഐറ്റം കൊണ്ടുവയ്ക്കണം, പിന്നെ എന്താ ഫിഷോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവയ്ക്കണം, വെള്ളം അതിന് കൂടെ കുടിക്കുന്നവരുണ്ടെങ്കിൽ കൊണ്ടുവയ്ക്കണം, വെള്ളത്തിൻ്റെ ഗ്ലാസ് കൊണ്ടുവയ്ക്കണം, ഇങ്ങനെ പിന്നെ വേസ്റ്റ് ഇടാനുള്ള സാധനം കൊണ്ടുവയ്ക്കണം. ഈ പെണ്ണ് ഇത്രയും നേരോടെ അധ്വാനിച്ചതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ആണോ? അതിൻ്റെ ഇടയിൽ ഇതൊക്കെ അധ്വാനിക്കുന്നതിൻ്റെ ഇടയിൽ എടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ തോണ്ടി ക്ഷീണിച്ചിട്ടുണ്ടാവും. കളിയാക്കല്ല, വിഷയം ഉൾക്കൊള്ളാൻ വേണ്ടി പറയാം. എന്നിട്ട് അതിനിടയിൽ ആ ജോലിനെ അടങ്ങാറാക്കുക, അതിന് സഹായിക്കൂല എന്ന് മാത്രമല്ല, എന്നിട്ട് അതിന് പിന്നെ എക്സ്ട്രാ പണി കൊടുക്കുക വേറെ. ആ സാധു പെണ്ണ് പറഞ്ഞാൽ നിങ്ങളെ ഭാര്യമാരെ കുറിച്ചാണ് ഈ പറയുന്നത്, പുറത്തുള്ള വേറെ ഏതോ വീട്ടിൽ നഫീസാത്തിനെ കുറിച്ചല്ല പറയുന്നത്. എന്നിട്ട് ഈ പെണ്ണ് ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചിട്ട് ഭർത്താവിന് വിളിക്കും. എന്നിട്ട് ഇയാളൊന്ന് വന്ന് കിട്ടാൻ പിന്നെയും കുറെ വിളിക്കണം. ഇയാളെന്തോ ഒരു സാധനം കാണും ഇവിടെ, പോരാ സാധു പെണ്ണ്. ആ പെണ്ണ് ഇതൊന്ന് നിങ്ങൾ കഴിച്ചിട്ട് ഇതൊന്ന് എടുത്തു വെച്ച് കഴുകി വെച്ചിട്ട് ഒന്ന് നിസ്കരിച്ചിട്ട് കൈയും കാലം നീട്ടി കിടക്കണം അവിടെ. അതിന് വേണ്ടി പാവം. എന്നിട്ട് കാത്തിരുന്ന് പിന്നെ വിളിച്ചാൽ അതിന് ഭയങ്കര ഉലായിക്കൊക്കെ അന്നാന്ന് ഖുറാനിൽ പറഞ്ഞ പോലെ അവർ മൃഗങ്ങളെ പോലെയാണ്. ഖുർആൻ